കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന മാസം 9-ാം തീയതി നടക്കാൻ പോവുകയാണ്. എന്തായാലും കാത്തിരുന്നതായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രകടന പത്രിക ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. LDFിൻ്റെ പ്രകടന പത്രിക മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോഴിക്കോട്ട് വെച്ചും UDFിൻ്റെ പ്രകടന പത്രിക കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും ഘടകകക്ഷിയുടെ മറ്റ് നേതാക്കന്മാരുടെയും മധ്യത്തിൽ വെച്ച് ഇത് പ്രസിദ്ധീകരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ഇതിന്മേലുള്ള വിശകലനവും ചർച്ചയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ UDF മുന്നോട്ട് വച്ചിരിക്കുന്നതായിട്ടുള്ള പ്രകടന പത്രിക LDFിൻ്റെ പ്രകടന പത്രികയേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്ന് മാധ്യമങ്ങൾ തന്നെ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പല മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളും അവരുടെ ആദ്യത്തെ ഇതിനോടുള്ള പ്രതികരണം എന്ന രീതിയിൽ അത്യന്തം നൂതനങ്ങളായിട്ടുള്ള പരിപാടികളാണ് UDFിൻ്റെ പ്രകടന പത്രികയിലുള്ളത്. LDFിൻ്റെ പ്രകടന പത്രികയാകട്ടെ വളരെ ശുഷ്കവും കാര്യമായി പൊതുസമൂഹത്തിന് യാതൊരു നന്മയും വരുത്തുന്നതല്ല എന്നും നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. UDFിൻ്റെ പ്രകടന പത്രികയിൽ എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കേരളം സന്ദർശിച്ചപ്പോഴും അതുപോലെ ജനജാഗ്രത യാത്ര ശ്രീമാൻ VD സതീശൻ കേരളത്തിൽ നടത്തിയപ്പോഴും വെളിപ്പെടുത്തിയതാണ്. അതിലൊന്നാണ് മുഖ്യമായിട്ട് കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതോടൊപ്പം തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ സഹായധനമായി നൽകുക. അതിലേറ്റവും പ്രധാനമായി പൊതുസമൂഹത്തെ ആകമാനം ബാധിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഇപ്പോൾ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. അതോടൊപ്പം തന്നെ മധ്യ തിരുവിതാംകൂറിലെ റബ്ബർ കർഷകർക്ക് ഏറ്റവും വലിയ ആശ്വാസമായി വന്നിരിക്കുന്നത് തുടക്കത്തിൽ അധികാരത്തിലേറിയാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കുകയും ക്രമേണ അത് 300 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വലിയ വാഗ്ദാനമാണ്. അതോടൊപ്പം തന്നെ ബഹുമാനീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ വരെ ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പലിശയില്ലാത്ത വായ്പയായി സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 5 ലക്ഷം രൂപ വീതം വായ്പയായി കൊടുക്കുമെന്നുള്ള വാഗ്ദാനവും ഈ പറയുന്ന പ്രകടന പത്രികയിലുണ്ട്. അതോടൊപ്പം തന്നെ പല മേഖലകളെയും സ്പർശിക്കുന്ന കാർഷിക മേഖല, വ്യാവസായിക മേഖല, കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിലുള്ളത്. സർവകലാശാലകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. സർവകലാശാലകളിൽ കൃത്യമായി വൈസ് ചാൻസലർമാരെ നിയമിക്കും. അതുപോലെ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ കൃത്യമായി നിയമിക്കും. അമിതമായ രാഷ്ട്രീയ ഇടപെടൽ സർവകലാശാലകളിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കും. കോളേജുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുകളൊക്കെ സുഗമമായി നടക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. മാനസികമായി ഉള്ള പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ സംരക്ഷണ സമിതികളുണ്ടാകും. റാഗിങ്ങും മറ്റും നിരോധിക്കത്തക്ക രീതിയിലുള്ള കർശനമായ നടപടികളുണ്ടാകും. ഇതിനേക്കാളൊക്കെ ഏറെ ആകർഷകമായിരിക്കുന്നത് മുൻപൊരിക്കലും ഒരു പാർട്ടിയും ഒരു മുന്നണിയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രകടന പത്രിക വെറുതെ വാഗ്ദാനങ്ങളല്ല എന്ന പഴി എപ്പോഴും കേൾക്കുന്നത് കൊണ്ട്, എല്ലാ പാർട്ടികളും കേൾക്കുന്നതുകൊണ്ട് അതിന് ഒരു മറുപടി എന്ന രീതിയിൽ ഇപ്പോൾ UDFിൻ്റെ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വെറും വാക്കുകൾ കൊണ്ട് ആളുകളെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന വാഗ്ദാനങ്ങളല്ല, മറിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് കാലാകാലങ്ങളിൽ പരിശോധിക്കാനായി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ഇതിൻ്റെ പരിശോധനാ സമിതി, ഒരു അക്കൗണ്ടിംഗ് കമ്മിറ്റി, ഒരു ഓഡിറ്റിംഗ് കമ്മിറ്റി ഇത് സംബന്ധിച്ചുണ്ടാക്കുമെന്നുള്ളത് വലിയ ഒരു വ്യത്യാസമാണ്, വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
അതായത് ഈ വാഗ്ദാനങ്ങളൊന്നും വെറും കടലാസിലുള്ളതല്ല, മറിച്ച് അധികാരത്തിലേറിയാൽ ആ മുൻഗണനാ ക്രമത്തിൽ നടപ്പാക്കുമെന്നുള്ളതാണ് ഈ പ്രകടന പത്രികയുടെ ഒരു സവിശേഷതയായി എടുത്തു പറയുന്നത്. ഇത്തരം കമ്മിറ്റികളോ അല്ലെങ്കിൽ ഇത്തരം പരിശോധനാ സമിതികളോ ഒന്നും LDFിൻ്റെ പ്രകടന പത്രികയിൽ അവർ പറയുന്നില്ല. അവർ ഒരു കാര്യം മാത്രം ആവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രകടന പത്രികയിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വളരെ പ്രധാനമായതും വളരെ വികാരപരമായിട്ടുള്ള ഒരു വിഷയത്തിലുള്ള നിലപാട് കൂടി UDFിൻ്റെ പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ വളരെയേറെ സഹതാപത്തോടുകൂടി കാണുന്ന ആശാ വർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയായി വർദ്ധിപ്പിക്കും എന്ന് വളരെ വ്യക്തമായി UDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നു. അവരാവശ്യപ്പെടുന്നു അതാണ്. അതായത് 700 രൂപ വെച്ച് ഒരു ദിവസം ശമ്പളം കിട്ടുമ്പോൾ അവരാവശ്യപ്പെട്ട 21,000 രൂപ ഒരു മാസം അവർക്ക് വേതനമായി ലഭിക്കത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ വളരെ വ്യക്തമായി UDFിൻ്റെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആകെ കൂടി നോക്കുമ്പോൾ അതുപോലെ തന്നെ നോക്കുകൂലിയുള്ള പോലുള്ള വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ വ്യാവസായിക മേഖലയിൽ, സംരംഭകരുടെ മേഖലയിലൊക്കെ ഉള്ളത് ഇല്ലാതെയാക്കും, അവസാനിപ്പിക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകും. റബ്ബറും നെല്ലും ഒക്കെ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തും. അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹിക്കുന്ന എല്ലാവർക്കും നൽകും. വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയതൊക്കെ കൃത്യമായി നൽകും. അപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വന്ന ഒരു ചോദ്യത്തിനും ഇതിനകത്ത് ഉത്തരമുണ്ട്. എവിടെ നിന്നാണ് ഈ പണം സ്വരൂപിക്കുക? അതിന് വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് പറഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ നികുതി പണം പിരിച്ചെടുക്കാനായിട്ടുണ്ട് കേരളത്തിൽ. പിണറായി സർക്കാർ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അവർക്ക് താല്പര്യമുള്ള ബാർ മുതലാളികൾ, അതുപോലെ ക്വാറി മുതലാളികന്മാരിൽ നിന്നൊക്കെ നികുതി വെട്ടിപ്പ് നടത്തിയപ്പോൾ കണ്ണടച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷം. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ലഭിക്കേണ്ടതായിട്ടുള്ള ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കുടിശ്ശിക, KSEB പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുടിശ്ശിക, കേന്ദ്രത്തിൽ നിന്ന് അർഹതയുള്ള ധാരാളം സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിനുള്ള സാധ്യത, ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് ഈ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് കാര്യകാരണ സഹിതം യുക്തിസഹജമായി പ്രതിപക്ഷ നേതാവ് ഇത് അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് പ്രായോഗികമായി നടപ്പാക്കുന്ന വാഗ്ദാനങ്ങളാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ മുഴുവനായി ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, ഷിബു ബേബി ജോൺ, അങ്ങനെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് വളരെ ദീർഘമായ ഒരു വ്യായാമത്തിൻ്റെ ഫലമായി വളരെയേറെ കോൺക്ലേവുകൾ നടത്തി, പഠന ക്ലാസ്സുകൾ നടത്തി, ചർച്ചകൾ നടത്തി, ആ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്രയും ഗാംഭീര്യമുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നതെന്ന ശ്രീ VD സതീശൻ്റെ അവതരണം തീർച്ചയായും, അല്ലെങ്കിൽ വാദം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ബോധ്യമാകുന്ന രീതിയിലാണ് ഇത് വായിക്കുമ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറും. ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള പല പദ്ധതികളുടെയും ഗുണങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത് ഇപ്പോൾ വളരെയേറെ LDFിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അവരിപ്പോൾ പല മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആകെ പരിഭ്രമത്തിലായി. എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണം പോലും തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ട് BJPയുടെ വനിതാ നേതാക്കൾ അവിടുത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ കായികമായി തടയുന്നു. അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നു, കൊടികൾ നശിപ്പിക്കുന്നു. ആകെ കൂടെ സമനില തെറ്റ രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകർ ഇപ്പോൾ പെരുമാറുന്നത്. ഈ പ്രകടന പത്രികയുടെ പുറത്തു വന്നതോടുകൂടി അവരുടെ പരിഭ്രമവും അസ്വസ്ഥതയും കൂടുതൽ വർദ്ധിച്ചതായിട്ടാണ് ഇപ്പോൾ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്.